നമ്മൾ അല്ലെ നമ്മളെ ആള് എന്നൊക്കെ പറഞ്ഞ് ഇന്ന ആ സമീപനത്തോട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മതേതരത്വം അത് ഉയർത്തിപ്പിടിക്കും. ഇടതുപക്ഷം ജയിക്കും, TP ജയിക്കും, മൂന്നാം തവണയും ഇവിടെ ഇടതുപക്ഷം ഭരണത്തിൽ വരും. അല്ല, അത് സ്വാഭാവികമായിട്ടും അത് ഞാൻ ആ നിലയ്ക്ക് അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഷാഫിയുടെ കാലം തൊട്ടാണ് ഇവിടെയൊക്കെ തെറ്റായ ചില പ്രവണതകൾ ഉയർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ നേട്ടങ്ങൾ എണ്ണാൻ മണിക്കൂറുകൾ വേണ്ടി വരും. നിങ്ങളെ ചാനലിൽ ഞങ്ങളെ ഇത് മതിയാകില്ല. ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് എന്ത് പറയാനാണ്? പറയാൻ എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടി. പണ്ട് ഞാൻ നാടൻ ഭാഷയെ പറയുമ്പോൾ ഒരു സദ്യ, ഗംഭീര സദ്യക്കകത്ത് അതിനൊരു കുറ്റം കാണല്ലോ എന്ന് കരുതിയിട്ട് പൂവമ്പയത്തിന് വലിപ്പം കൂടിപ്പോയി എന്ന് പറഞ്ഞ ഒരു നാടൻ ശൈലിയുണ്ട്. ഇവിടെ എൻ്റെ എല്ലാം മനസ്സിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് വർഷങ്ങൾക്ക് 91 എൻ്റെ ഓർമ്മ. ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി തമിഴ് തീവ്രവാദികളുടെ അക്രമത്തിൽ മരിക്കുന്നൊരവസ്ഥയുണ്ടായി. അന്ന് സഖാവ് NK രാധ ആണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാം കരുതിയത് അത്രയും തീവ്രവികാരത്തോടു കൂടി ഈ നാട് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിലേക്ക് പോകുന്നൊരു ഘട്ടം. അപ്പം ഒരു വിധത്തിലും വരാൻ എന്താവും എന്നുള്ളതിനെപ്പറ്റി വേവലാതിപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ പോലും 4000 ചില്ലാനം വോട്ടിന് സഖാവ് TP രാധയെടുത്തി അന്ന് വിജയിച്ച് കയറിയ ഒരു ആ ഒരു കമ്മ്യൂണിസ്റ്റ് ബോധവും പിന്നെ തൊഴിലാളി വർഗ ബോധം, കൂത്താളി സമരഭൂമി, സഖാവ് ഇബ്രാഹിമിൻ്റെ രക്തസാക്ഷിത്വം കൊണ്ട് ചുവന്ന മണ്ണ്, സഖാവ് ഉണ്ണര അഹമ്മദ് മാസ്റ്ററുടെ മണ്ണ്, ഇങ്ങനെ രക്തസാക്ഷികൾ ഒട്ടനവധി. അവരെല്ലാം ആ ഒരു ശക്തിയും അല്ലെങ്കിൽ ആ ഓർമ്മകൾ ഇതെല്ലാം ഇവിടുത്തെ ഇതിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനും ഇതുപോലെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ പറഞ്ഞതാണ്. അന്ന് 22,000 ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 14,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്നത്തെ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് മുരളിക്ക്. പക്ഷേ നിയമസഭ വന്നപ്പോൾ അതിൽ 22,000 ജയിക്കുന്ന അവസ്ഥ വന്നു. അപ്പം 2 തെരഞ്ഞെടുപ്പിനെയും ജനങ്ങൾ ആ നിലയിലെല്ലാം കാണുന്നുണ്ട്. പിന്നെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് എന്ത് പറയാനാണ്? പറയാൻ എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടി. പണ്ട് ഞാൻ നാടൻ ഭാഷയെ പറയുമ്പോൾ ഒരു സദ്യ, ഗംഭീര സദ്യക്കകത്ത് അതിനൊരു കുറ്റം കാണല്ലോ എന്ന് കരുതിയിട്ട് പൂവമ്പയത്തിന് വലിപ്പം കൂടിപ്പോയി എന്ന് പറഞ്ഞ ഒരു നാടൻ ശൈലിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടൊരു ഇന്നത് ഈ പറയുന്ന ലീഗിൻ്റെ, കോൺഗ്രസിൻ്റെ, BJPയുടെ അല്ലെ ഏത് പാർട്ടിയുടെയെങ്കിലും ഒരു വ്യക്തിക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ കാലയളവിനുള്ളിലെ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടം, ഇതാ ഈ കത്തുന്ന വിളക്ക് സത്യം. പണ്ട് 6:30 മണിക്ക് UDF ഭരിക്കുമ്പോൾ ഇവിടെ ഇരുള അല്ലേ, മെഴുകുതിരി അല്ലെങ്കിൽ റാന്തൽ കെട്ടി തൂക്കിയ പള്ളി അങ്കണമായത്. പക്ഷേ ഇന്ന് 24 മണിക്കൂറും ഈ ഏറ്റവും കഠിനമായ ചൂടുള്ളപ്പോൾ പോലും ഈ വൈദ്യുതി കിട്ടുന്ന സ്ഥിതി വന്ന്. അതൊരു വേറെ എവിടെയും നടന്നൊരു കാര്യമല്ല. അത് കേരളത്തിൻ്റെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ യാത്രാ സൗകര്യം, ഈ റോഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് 10 വർഷം മുമ്പുള്ളത് അറിയാം. ഇന്നിപ്പം ഇവിടെ കള്ളാടി, മേപ്പാടി തുരങ്കപാത ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടം. അങ്ങനെ ഓരോ നേട്ടങ്ങൾ എണ്ണാൻ മണിക്കൂറുകൾ വേണ്ടി വരും. നിങ്ങളെ ചാനലിൽ ഞങ്ങളെ ഇത് മതിയാകില്ല, സമയം മതിയാകില്ല. അപ്പം അത്രയും ഇതുണ്ട്. പിന്നെ വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ഈ സമീപനത്തോട് കേരളത്തിലെ ഒരാളും അംഗീകരിക്കില്ല. എന്താന്ന്, ഏതെങ്കിലും മതപരമായിട്ടുള്ള അത് താൽക്കാലിക നേട്ടമാണ്. ചിലപ്പം ജയിച്ചോ അതെന്തെന്നുള്ളതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നില്ല. പക്ഷേ മനുഷ്യൻ എന്നുള്ള ഏറ്റവും വലിയ അതിനാണ് ഇടതുപക്ഷം മുൻതൂക്കം കൊടുക്കുന്നത്. അല്ലാതെ കേവലം 10 വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ അല്ലെ നമ്മളെ ആൾ എന്നൊക്കെ പറഞ്ഞ് ഇന്ന ആ സമീപനത്തോട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. മതേതരത്വം അത് ഉയർത്തിപ്പിടിക്കും. ഇടതുപക്ഷം ജയിക്കും, TP ജയിക്കും, മൂന്നാം തവണയും ഇവിടെ ഇടതുപക്ഷം ഭരണത്തിൽ വരും. അല്ല, അത് സ്വാഭാവികമായിട്ടും അത് ഞാൻ ആ നിലയ്ക്ക് അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഷാഫിയുടെ കാലം തൊട്ടാണ് ഇവിടെയൊക്കെ തെറ്റായ ചില പ്രവണതകൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതിന് എന്തിൻ്റെ പേരിലായാലും അത് ജയിച്ച് പോയിട്ടുണ്ടാവും. പക്ഷേ അതൊരു തെറ്റായ പ്രവണതയാണെന്ന് ഇന്നും. തോൽവി ഇനി 1000 തവണ തോറ്റാലും മതേതരത്വം എന്നുള്ള വലിയ ചിന്തയും അത് കേരളത്തിലടി, ഇത് ഉത്തരേന്ത്യ അല്ല, ബീഹാറല്ല, അത് അല്ലെങ്കിൽ മറ്റേ ഗുജറാത്തൊന്നുമല്ല, കേരള. ഈ കേരളത്തിൻ്റെ ആ പൈതൃകവും പാരമ്പര്യവും
അത് കാത്തു സൂക്ഷിക്കുന്നതിനാവശ്യമായ ഒരു ശക്തമായ മുന്നേറ്റം തന്നെ താൽക്കാലിക വിജയം ഉണ്ടാവും. പക്ഷേ ആ വിജയിക്കുമ്പോഴും അതിനകത്ത് വലിയൊരു ഒരു ഒരു ശരിയില്ലായ്മ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇടതുപക്ഷം ജയിക്കണം, ഭരിക്കണം എന്നുള്ള 100% ഇതോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ കഥ പറയാം.